എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 87 ശ്ലോകം 9 മുതൽ 14 വരെ 6 ശ്ലോകങ്ങൾ. സനകാദി മഹർഷിമാര് തമ്മില് നടത്തിയ ആ ബ്രഹ്മചർച്ചയെ ഭഗവാൻ ശ്രീനാരായണ ഋഷി നാരദ മഹർഷിയോട് പറയുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാൻ ഉവാച. സ്വയംഭുവ ബ്രഹ്മസത്രം ജനലോകേ ഭവൽപുരാ തത്ര സ്ഥാനാം മാനസാനാം മുനീനാം ഊർധ്വരേതസാം. ഭഗവാൻ പറയണു, ഹേ ബ്രഹ്മപുത്ര, അങ്ങ് ഈ സംഗതി കേൾക്കാൻ ശരിക്കും അർഹൻ തന്നെയാണ്. പണ്ട് ജനലോകത്തിൽ വസിക്കുന്നവരും ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് ജനിച്ചവരും നൈഷ്ഠിക ബ്രഹ്മചാരികളുമായ മുനികളുടെ മധ്യത്തില് ബ്രഹ്മസത്രം ഉണ്ടായി. ഒരേപോലെ അറിവുള്ളവരിൽ ചിലര് യാഗം നടത്തുന്നവര്, ചിലര് യജമാനന്മാര്, ഇങ്ങനെ സങ്കല്പിച്ച് കർമ്മം നടത്തുകയാണ്. അപ്പൊ ചെയ്യുന്നവർക്കും ചെയ്യിക്കുന്നവർക്കും ഫലം ഒക്കെ തുല്യമായിട്ട് ഭവിക്കണം. ഇങ്ങനെ യാഗാദി കർമ്മങ്ങൾ നടത്തുന്നതിന് കർമ്മസത്രം എന്നാണ് പേര്. അതുപോലെ തന്നെ ഒരുപോലെ അറിവുള്ള പലരുടെ കൂട്ടത്തില് ചിലര് ചോദ്യം ചെയ്യുന്നവര്, ചിലര് ഉത്തരം പറയുന്നവര് എന്ന സങ്കല്പത്തോടെ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ആണ് ബ്രഹ്മസത്രം എന്ന് പേര് പറയുന്നത്. അപ്പൊ സനകാദികള് തുല്യജ്ഞാനം ഉള്ളവരാണ്. അവരിൽ ചിലര് ചോദ്യം ചെയ്തും ചിലര് ഉത്തരം പറഞ്ഞുകൊണ്ടും ബ്രഹ്മമീമാംസ ചെയ്തുകൊണ്ടിരുന്നു. അതായത് മീമാംസ എന്ന് പറഞ്ഞാൽ നിരൂപണം. അങ്ങനെ ബ്രഹ്മത്തിനെ നിരൂപണം ചെയ്തുകൊണ്ടിരുന്നു. ശ്വേതദ്വീപം ഗതവതി ത്വയി ദ്രഷ്ടും തദീശ്വരം ബ്രഹ്മവാദസു സംവൃത്ത ശ്രുതയോ യത്ര ശേരതേ തത്ര കായമഭൂൽ പ്രശ്ന ത്വം മാം യം അനുപൃച്ഛസി. സനകാദികളെ നടത്തിയ ആ ബ്രഹ്മവിചാരം ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ എവിടെയായിരുന്നു എന്നുള്ള നാരദ മഹർഷി പറയാണ്. ശ്വേതദ്വീപത്തിന്റെ അധിപതിയായ അനിരുദ്ധമൂർത്തിയെ കാണാനായിക്കൊണ്ട് അങ്ങ് ശ്വേതദ്വീപത്തിലേക്ക് പോയിരുന്ന സമയത്താണ് ഈ ജനലോകത്തില് ബ്രഹ്മവിചാരം ഉണ്ടായത്. ആ വാദപ്രതിവാദത്തിൽ ഇപ്പോ അങ്ങ് എന്നോട് ചെയ്തതായ ശ്രുതികളെ സംബന്ധിച്ച സംഗതി വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. സഗുണവും നിർഗുണവുമായ ബ്രഹ്മത്തെ വേർതിരിച്ച് രണ്ടിനും അഭേദത്തെ ബോധിപ്പിക്കുന്ന ശ്രുതി ദേവതകൾ ആ സംഭാഷണത്തിൽ നിന്ന് സ്പഷ്ടമായി സംശയ നിവൃത്തി വരുത്തുന്നു എന്ന് അങ്ങേക്ക് കാണാൻ കഴിയും. തുല്യശ്രുത തപശീലാ തുല്യശ്രീയാരി മധ്യമാഃ അഭിചക്രു പ്രവചനം ഏകം ശുശ്രൂഷവോ പരേ. അപ്പൊ സനകാദികള് സർവജ്ഞന്മാരല്ലേ? അത് അവരിൽ ആരാ പറയണത്, ആരാ കേൾക്കുന്നത് എന്നുള്ള സംഗതി പറയാണ്. സനകാദികളെല്ലാവരും ഒരുപോലെ അറിവുള്ളവരാണ്. തപസ്, സൗശീല്യം മുതലായ ഗുണങ്ങളൊക്കെ ഉള്ളവരാണ്. എല്ലാവർക്കും സമഭാവനയും കരുണയും ഒക്കെ ഒരുപോലെ ഉണ്ട്. ഒരാളെ സ്വന്തമായിട്ടോ മറ്റൊരാളെ ശത്രുവായിട്ടോ അവരനെ ഉദാസീനനായിട്ടോ എന്ന് കരുതുന്നവരല്ല അവര്. സകല ജീവജാലങ്ങളെയും ബ്രഹ്മമായി കാണുന്നവരാണ്. എങ്കിലും ബ്രഹ്മവിചാരം ചെയ്യുന്നതിലുള്ള കൗതുക നിമിത്തം ഒരാളെ വക്താവായിട്ട് നിശ്ചയിച്ചു, മറ്റുള്ളവര് കേൾക്കുന്നവരായിട്ടും ഇരുന്നു. ജീവഭാവത്തെ അതിക്രമിച്ച് ബ്രഹ്മമായി തന്നെ ലോകത്തിൽ ജീവിക്കുന്ന മഹാത്മാക്കളുടെ സമ്പ്രദായമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ബ്രഹ്മാനന്ദ നിമഗ്നരായ അവര് ഉത്ഥിതന്മാരാകുമ്പോൾ ബ്രഹ്മവിചാരം ചെയ്യുന്നത് ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. സനന്ദന ഉവാച. സ്വസൃഷ്ടമിതമാവീയ ശയാനം സഹശക്തിഭി തദന്തേ ബോധയാൻ ചക്രു തല്ലിംഗൈ ശ്രുതയ പരം. സനന്ദനൻ പറഞ്ഞു, തന്നാൽ സൃഷ്ടിക്കപ്പെട്ട സകലത്തെയും സംഹരിച്ച് സൂക്ഷ്മ അവസ്ഥയിലിരിക്കുന്ന പ്രകൃതി മുതലായ ശക്തികളോടുകൂടി യോഗനിദ്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈശ്വരനെ പ്രളയാവസാനത്തിൽ, അതായത് സൃഷ്ടിയുടെ ആരംഭത്തില് ശ്രുതികൾ ഈശ്വരൻ സൃഷ്ടി ആരംഭിക്കുന്ന സമയത്തില്
ആദ്യമുണ്ടായ നിശ്വാസത്തിൽ നിന്ന് സംഭവിച്ചതായ ശ്രുതി അഭിമാനികളായ ദേവതകള് ഈശ്വരനെ കുറിച്ച് പ്രതിപാദിക്കുന്നതായ വേദവാക്യങ്ങൾ കൊണ്ട് സ്തോത്രം ചെയ്ത് ഉണർത്തി. യഥാശയാനം സമ്രാജം ബന്ദിനസ്ഥൽ പരാക്രമൈഃ പ്രത്യുഷേഭേത്യ സുശ്ലോകൈ ബോധയന്ത്യനുജീവിന. സകല രാജ്യങ്ങളെയും ഏകശാസനയിൻ കീഴിൽ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ചക്രവർത്തി പകൽ സമയത്തെ രാജ്യപരിപാലന സംബന്ധമായ കാര്യം നടത്തിയ ശേഷം കിടന്നുറങ്ങുന്നു. നേരം പുലരാറാകുമ്പോൾ ആ ചക്രവർത്തിയുടെ ആൾക്കാരായ സ്തുതിപാഠകന്മാര് അദ്ദേഹത്തിന്റെ ശോഭനകളായ കീർത്തികളെ സൂചിപ്പിക്കുന്ന പരാക്രമങ്ങള് ഗദ്യപദ്യ രൂപേണ നിർമ്മിച്ച് ആ വക ഗാനങ്ങൾ കൊണ്ട് പുകഴ്ത്തി ചക്രവർത്തിയെ എങ്ങനെ ഉണർത്തുന്നുവോ അതുപോലെ സർവലോകകർത്താവായ ഈശ്വരനെ സൃഷ്ടിയാരംഭത്തിൽ ശ്രുതികൾ സ്തുതിച്ച് ഉണർത്തി. അങ്ങനെയാണ് ഈശ്വരനെ സൃഷ്ടിയാരംഭത്തിലെ ശ്രുതികൾ സ്തുതിച്ച് ഉണർത്തുന്നത്. അപ്പൊ ഈശ്വരൻ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് യോഗനിദ്ര ചെയ്യുന്നതിനെയും ശ്രുതി ദേവതകൾ സ്തുതിച്ചുണർത്തുന്നതിനെയും അന്ന് കാണാൻ വല്ലവരുമുണ്ടെങ്കിൽ ഇന്ന് ചക്രവർത്തികളെ അവരുടെ വന്ദികൾ സ്തുതിച്ചുണർത്തുന്ന മാതിരി തോന്നാം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ശ്രുതികളെ ഈശ്വരനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈശ്വരന്റെ അസാധാരണ ഗുണങ്ങളെ പ്രതിപാദിക്കുന്ന വാക്യങ്ങൾ കൊണ്ട് ആകുന്നു എന്ന് കാണിക്കാൻ ശ്രുതിദേവതകള് ഭഗവാനെ സ്തുതിക്കുന്നു. ശ്രുതയ ഊജു ജയ ജയ ജയ്യജാമജിത ദോഷഗൃഭീത ഗുണാം തോമസി യദാത്മനാ സമവരുദ്ധ സമസ്ത ഭഗ അഗജദോകസാമഖില ശക്ത്യവബോധകതേ കുചിത ജയാത്മനാ ചരതോനുചരേ നിഗമ. ഹേ അജിത, നിന്തിരുവടി സർവോത്കർഷേണ വർത്തിച്ചാലും അത്യാദര നിമിത്തം 2 പ്രാവശ്യം ജയശബ്ദം ഉപയോഗിച്ചതാണ്. ഉത്കർഷത്തെ പ്രാപിക്കണമേ എന്ന ശ്രുതി ദേവതകളുടെ പ്രാർത്ഥനയാണിത്. തന്നാൽ സൃഷ്ടിക്കപ്പെട്ട സകല ലോകങ്ങളെയും സംഹരിച്ച് യാതൊരു വ്യാപാരവും കൂടാതെ സ്വാത്മാനന്ദ സ്വരൂപനായി തൃപ്തനായി യോഗനിദ്രയിലിരിക്കുന്ന ഈശ്വരൻ എന്തൊരു ഉത്കർഷത്തെയാണ് ഇനി പ്രാപിക്കേണ്ടതെന്ന് ശങ്കയുണ്ടാകാതിരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഈശ്വരനോട് തുല്യനായിട്ടോ ഈശ്വരനിൽ നിന്ന് അധികനായിട്ടോ ആരുമില്ലാതിരിക്കെ എന്തൊരു ഉത്കർഷത്തെയാണ് ഈശ്വരൻ പ്രാപിക്കാതിരിക്കുന്നത്. അതായത് ഒന്നുമില്ല എന്നർത്ഥം. അപ്പൊ ഒന്നുമില്ലെന്ന് വരുന്ന പക്ഷം വേദങ്ങൾ ചെയ്ത ഈ പ്രാർത്ഥന അർത്ഥമില്ലാത്തതായിട്ട് വരികയും ചെയ്യും. അജാം ജഹി എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ഉപേക്ഷിപ്പിച്ചാലും എന്നത് ജയസൂചകമായ നിവേദനമാണ്. നിന്തിരുവടിയിൽ ലയിച്ചിരിക്കുന്ന ജീവാത്മാക്കളുടെ ജനന മരണ ബന്ധനത്തിനും ആദി കാരണമായിരിക്കുന്നത് പ്രകൃതിയാകുന്നു. ജീവാത്മാക്കൾക്കുള്ള ആ പ്രകൃതി ബന്ധനം ഇല്ലാതാക്കണമേ. നിന്തിരുവടിയുടെ കരുണാകടാക്ഷം ജീവാത്മാക്കളിൽ ഉണ്ടായാൽ മാത്രമേ ആ ബന്ധനത്തിൽ നിന്ന് വിട്ടൊഴിയുവാൻ ജീവാത്മാക്കൾ സമർത്ഥരായി വരികയുള്ളൂ. അപ്പോൾ കാരുണ്യാതിശയം നിമിത്തം മുമ്പില്ലാത്ത ഒരു ഉത്കർഷം നിന്തിരുവടിക്ക് ഉണ്ടായി എന്ന് ജീവന്മാര് ധരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഉത്കർഷത്തെ പ്രാപിക്കണമെന്ന് പ്രാർത്ഥനയുടെ സാരം. ശ്രീ ഗുരു രൂപേണ ജീവഗതമായ അജ്ഞാനത്തെ മഹാവാക്യോപദേശം കൊണ്ട് അകറ്റുന്ന സമയത്തില് ജീവന്മാര് ഈശ്വര സ്വരൂപത്തെ തികച്ചും അറിയുന്നു. അപ്പോ ഈശ്വരൻ ഉത്കൃഷ്ടനെന്ന് ധരിക്കാൻ ഇടവരുന്നു. അതിനാൽ ഗുരുരൂപേണ ജീവന്മാരെ അനുഗ്രഹിക്കാൻ കരുണയുണ്ടാവണം എന്ന ആ ജീവാനുഗ്രഹത്തിൽ ശ്രദ്ധിക്കുന്ന വേദമാതാവ് ജീവപിതാവായ ഈശ്വരനോട് ചെയ്ത പ്രാർത്ഥന ഏറ്റവും ഉചിതം തന്നെ എന്നറിയണം. എന്നാൽ പ്രകൃതിക്ക് അധീനരായ ജീവാത്മാക്കളെ ആ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഈശ്വരനും പ്രകൃതിക്ക് അധീനനാകുന്നു എങ്കിൽ ജീവാത്മാക്കളെ എങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയുക എന്നുള്ള ശങ്കയെ നിരാകരിക്കാനാണ് അജിത എന്ന സംബോധന ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവരെയും ജയിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയാൽ കൂടി ജയിക്കപ്പെടാത്ത നിന്തിരുവടിക്ക് മാത്രമേ ജീവാത്മാക്കളെ പ്രകൃതിയിൽ നിന്ന് വിടർത്തുവാൻ സാധിക്കുള്ളൂ. ഈശ്വരൻ ആചാര്യരൂപേണ ജീവാത്മാക്കളെ അനുഗ്രഹിച്ചാൽ മാത്രമേ അവരുടെ പ്രകൃതി ബന്ധം നശിക്കുകയുള്ളൂ എന്ന് സാരം. പ്രകൃതി ബന്ധം ഈശ്വരനില്ലെന്ന് വരുന്നത് കൊണ്ട് മാത്രം ജീവാത്മാക്കളെ പ്രകൃതിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയണമെന്നില്ല. ജീവന്മാർക്ക് പ്രകൃതി ബന്ധം ആര് ഉണ്ടാക്കി തീർത്തുവോ അവന് മാത്രമല്ലാതെ ബന്ധത്തെ അഴിച്ചുവിടാൻ കഴിയില്ല. ബന്ധത്തെ അഴിച്ചുവിടാൻ കഴിയുമോ എന്നുള്ള ശങ്ക പിന്നെയും ഉണ്ടാവും. അത് പരിഹരിക്കാനായി അഗജഗദോകസാം അഖില ശക്തി അവബോധക എന്ന് 2ാമതും ഒരു സംബോധന പദം ഈശ്വരന് വിശേഷണമായി
ശ്രുതികൾ ഉപയോഗിച്ചിരിക്കുന്നു. ചരാചരാത്മക ശരീര രൂപേണ സൃഷ്ടിക്കപ്പെടുവാൻ പോകുന്ന സത്വരജ തമസ്സുകളുടെയും അവയിൽ നിന്നുണ്ടാകുന്ന ചരാചര ശരീരങ്ങളെ ആശ്രയിക്കാൻ പോകുന്ന ജീവാത്മാക്കളുടെയും കാര്യത്തെക്കുറിച്ചുള്ള പ്രവേശന സ്വരൂപങ്ങളായ അതത് ശക്തികളെ ഉണർത്തുന്നവൻ നിന്തിരുവടിയാകയാൽ ജീവാത്മാക്കൾക്ക് പ്രകൃതിയോടുള്ള ചേർച്ച നിന്തിരുവടിയിൽ നിന്നു തന്നെ സിദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രകൃതി ബന്ധത്തെ ഉണ്ടാക്കി തീർത്ത നിന്തിരുവടി തന്നെ അതിൽ നിന്ന് ജീവാത്മാക്കളെ മോചിപ്പിക്കുകയും വേണം. എന്നാൽ പ്രകൃതി ബന്ധനം ജീവന്മാർക്ക് ഇരിക്കട്ടെ, അതുകൊണ്ട് ജീവാത്മാക്കൾക്ക് സംഭവിച്ച ദോഷം എന്താണ് എന്നുള്ള ആകാംക്ഷ പരിഹരിക്കാനായിട്ടാണ് ദോഷഗൃഹീത ഗുണാം എന്ന വിശേഷണം അജാം എന്നുള്ള പദത്തെക്കുറിച്ച് പ്രയോഗിച്ചിരിക്കുന്നു. പ്രകൃതി സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളോട് കൂടിയതാണ്. ഈ 3 ഗുണങ്ങളോടുള്ള ചേർച്ച നിമിത്തം ജീവാത്മാക്കൾ സ്വരൂപാനന്ദം മറന്ന് ശബ്ദാദി വിഷയങ്ങളിൽ ആനന്ദബുദ്ധ്യ പരിഭ്രമിക്കുന്നു. അത് നിമിത്തം യഥാർത്ഥ ആനന്ദം അനുഭവിക്കാതെ ജനന മരണത്തെ അനുഭവിച്ച് ചക്രം പോലെ ചുറ്റിത്തിരിയുന്നു. അതുകൊണ്ട് ജീവാത്മാക്കളുടെ യഥാർത്ഥ സ്വരൂപമായ ആ ആനന്ദത്തെ വിസ്മരിപ്പിക്കുന്ന ദോഷം പ്രകൃതിക്കുള്ളതിനാൽ ആ പ്രകൃതിയോടുള്ള ചേർച്ച എത്ര കാലം ജീവാത്മാക്കൾക്കുണ്ടോ അത്രയും കാലം ജീവാത്മാക്കൾ അസ്വതന്ത്രരും ദുഃഖികളും ആയിരിക്കും. ആ പാരതന്ത്ര്യം നശിപ്പിക്കാനായി നിന്തിരുവടി അവരെ പ്രകൃതിയിൽ നിന്ന് മോചിപ്പിക്കണം. ഇങ്ങനെ ജീവന്മാരെ പ്രകൃതിയോട് ചേർക്കുന്നവനും മോചിപ്പിക്കുന്നവനും ഈശ്വരനാകുന്നു എന്നുള്ളതിന് പ്രമാണം എന്താണ്? എപ്പോഴാണ് ഈശ്വരൻ ജീവാത്മാക്കളെ പ്രകൃതിയോട് ചേർക്കുന്നത്, എപ്പോഴാണ് വിടർത്തണത് എന്നുള്ള ആകാംക്ഷ തീർക്കാൻ ഈശ്വരൻ ചിലപ്പോൾ പ്രകൃതിയോട് ചേർക്കുന്നു, സൃഷ്ടിയാദികൾ നടത്തുന്നു, ചിലപ്പോൾ പ്രകൃതിയെ തന്നിൽ ലയിപ്പിച്ച് സ്വരൂപാനന്ദ രൂപേണ വർത്തിക്കുന്നു എന്നതിൽ ഞങ്ങൾ വേദം തന്നെയാണ് പ്രമാണം. പ്രകൃതിയോട് ചേർന്നിരുന്നാലും പ്രകൃതിക്ക് അധീനനല്ലെന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രകൃതിയെ സ്വീകരിച്ചത് നിമിത്തം ഈശ്വരന് അസ്വാതന്ത്ര്യമോ സ്വരൂപ വിസ്മൃതിയോ ശക്തിക്ഷയമോ ഇല്ലെന്നും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ജീവാത്മാക്കളെ അനുഗ്രഹിച്ച് അവരെ പ്രകൃതി ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കാനായി നിന്തിരുവടി യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന് സൃഷ്ടി ആരംഭിക്കണമേ എന്ന് ആണ് ഈ പ്രാർത്ഥനയുടെ സാരം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.